ഇന്നത്തെ സ്വർണ്ണവിലയെക്കുറിച്ചും നാളത്തെ സ്വർണ്ണവിലയെക്കുറിച്ചും മറ്റന്നാളത്തെ സ്വർണ്ണവിലയെക്കുറിച്ചും പറയാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഒരു വാർത്ത വരുന്നുണ്ട്. തുർക്കിയിൽ 6 ബില്യൺ US ഡോളറിൻ്റെ അത്ര രൂപ വരുന്ന, അത്ര രൂപ അല്ല, അത്ര ഡോളർ കണക്കിന് വരുന്ന ഗോൾഡ് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് മൈനിങ് റിപ്പോർട്ടിൽ നിന്ന് വരുന്ന, മൈൻ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് വരുന്ന റിപ്പോർട്ടാണ്. അപ്പോൾ അത്രമാത്രം ഗോൾഡ് തുർക്കിയിൽ, എന്താണ് സ്ഥലത്തിൻ്റെ പേര്, മർമറ അങ്ങനെ എന്തോന്ന പേര്. അപ്പോൾ ആ സ്ഥലത്ത് ഇത്രയും വലിയ ഒരു ഗോൾഡ് ഉണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അത് തുർക്കിയുടെ ഒരു റിപ്പോർട്ടാണ്. നമുക്ക് എത്രമാത്രം വിശ്വസിക്കാം എന്ന് പറയാൻ പറ്റില്ല. അതായത് എത്ര 3.5 മില്യൺ ഔൺസ് ഗോൾഡ് എത്ര ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതിന് 6 ബില്യൺ US ഡോളറിൻ്റെ അത്ര കോസ്റ്റും ഉണ്ടാവും. ഇത് ഗ്ലോബലി തന്നെ ഒരു ടോപ്പ് 5 ഗോൾഡ് മൈനിങ് സെക്ടറിൻ്റെ അത്ര വരും. അതിൽ ഉൾപ്പെടുന്ന ഒരു രീതിയിലുള്ള അത്രമാത്രം വലിയൊരു റിസർവ് ആണ് എന്നാണ് പറയപ്പെടുന്നത്. ഇത് സത്യമാണോ അല്ലയോ എന്നറിയില്ല. എനിവേ തുർക്കിയിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് അതാണ്. അതായത് ഗോൾഡിൻ്റെ ഡിമാൻഡ് കുറഞ്ഞാൽ മാത്രമേ ഗോൾഡിൻ്റെ വില കുറയുള്ളൂ. ഞാൻ പറഞ്ഞിട്ടില്ല, മുമ്പ് ഒരുപാട് വീഡിയോകളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഗോൾഡ് ഒരു നിശ്ചിത എമൗണ്ട് ആയതുകൊണ്ടും ഈ ഡോളർ അല്ലെങ്കിൽ മറ്റുള്ള കറൻസികൾ ഇങ്ങനെ പ്രിൻറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ടാണ് ഗോൾഡിന് എന്ത് സംഭവിക്കുന്നത്, വില കൂടുന്നതെന്ന്. 2 കാര്യങ്ങളേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ഒന്നെങ്കിൽ ഗോൾഡിന് എന്താകണം, ഗോൾഡ് ഒരുപാട് കണ്ടെത്തണം, ഗോൾഡ് മൗണ്ടെയിൻസുകൾ, അങ്ങനെ ഗോൾഡിന് ഡിമാൻഡ്, അങ്ങനെ ഗോൾഡിന് വില കുറയാന്നല്ലാതെ. എനിവേ അങ്ങനെ തന്നെ ആണെങ്കിൽ പോലും ഈ ഗോൾഡ് മൈൻ ചെയ്യുന്നതിന് എടുക്കുന്ന കോസ്റ്റ് ഭയങ്കര എന്നാണ് പറഞ്ഞത്. പക്ഷെ ഒരുപാട് സ്ഥലത്തു നിന്ന് റിസോഴ്സുകൾ വരുന്നുണ്ടെങ്കിൽ, റിസോഴ്സുകൾ ഗോൾഡിന് കുറേ ഉണ്ടെങ്കിൽ ഓക്കെ. ഇനിയും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തുമോ ഇല്ലയെന്നും പറയാൻ പറ്റില്ല. പണ്ടൊക്കെ ഒരു പറഞ്ഞു കേൾക്കാറുണ്ട്, ഇറാഖിനെയൊക്കെ ആക്രമിച്ചത് ഇറാഖിൻ്റെ ഭാഗങ്ങളിലൊക്കെ വലിയ ഗോൾഡിൻ്റെ ഇതൊക്കെ ഉണ്ടെന്ന് പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ബേസിലൊക്കെ പറഞ്ഞ് കെട്ടുകഥകളൊക്കെ ഉണ്ട്. എനിവേ അവിടെ നിന്നൊക്കെ ഇനി ഭാവിയിൽ എവിടെന്നെങ്കിലും ഗോൾഡിൻ്റെ വലിയ റിസർവ് കണ്ടെത്തുകയാണെങ്കിൽ, റിസോഴ്സസ് കണ്ടെത്തുകയാണെങ്കിലൊക്കെ എന്താക്കുക, ഈ ഡോളർ തകരും, ഡോളർ ശക്തി പ്രാപിക്കും, അല്ലെങ്കിൽ മറ്റുള്ള കറൻസികളൊക്കെ ശക്തി പ്രാപിക്കും. അല്ലാത്ത കാലത്തോളം സ്വർണ്ണവില കൂടിക്കൊണ്ടേയിരിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. ആർക്കും അതിലൊരു സംശയവും വേണ്ട. ഇപ്പോൾ ബിറ്റ്കോയിനെ കണ്ടില്ലേ, പണ്ട് ചായക്ക് കടി വാങ്ങിയ സാധനത്തിന് പിസ്സൻ്റെ എന്താ പറയുക പൈസയുടെ ബിറ്റ്കോയിന് ഇപ്പോൾ കോടാനുകോടികളാണ് പൈസ എന്നൊക്കെയുള്ള റിപ്പോർട്ട്. അതുപോലെ ഗോൾഡിനും വൻ രീതിയിലേക്കുള്ള വില കൂടും. അതുകൊണ്ട് മാക്സിമം ഗോൾഡുകൾ ആരും വിൽക്കാതെ കയ്യിൽ സൂക്ഷിക്കാൻ നോക്കുക. പിന്നീട് അന്തം വിട്ടിട്ടൊരു കാര്യം ഉണ്ടായില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഈ ബിറ്റ്കോയിൻ്റെ ഇന്നത്തെ കോസ്റ്റ് തന്നെയാണ്. പിന്നെ പറയാനുള്ളത് നാളത്തെ സ്വർണ്ണവിലയെക്കുറിച്ചാണ്. ഇന്ന് സ്വർണ്ണവിലയിൽ മാറ്റം ഉണ്ടായിട്ടില്ല, അത് എല്ലാവരോടും പറഞ്ഞല്ലോ. 37,360 രൂപയാണ് പവന് ഉള്ളത്. നാളത്തെ സ്വർണ്ണവിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് ഒരു ദിവസം നേരത്തെ തന്നെ, സാധാരണ വെള്ളിയാഴ്ച പുലർച്ചെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യാറുള്ളത്. ഇപ്രാവശ്യം എന്താ പറയുക, വ്യാഴാഴ്ച പുലർച്ചെ, അതായത് വെള്ളിയാഴ്ച പുലർച്ചെ ഇന്നലെ തന്നെ അടച്ചു. സാധാരണ ശനിയാഴ്ച പുലർച്ചെയാണ് ക്ലോസ് ചെയ്യാറുള്ളത്. 48 മണിക്കൂറേ മാർക്കറ്റ് ഒരാഴ്ചയിൽ ക്ലോസ് ചെയ്ത് കിടക്കാറുള്ളൂ. ഇപ്രാവശ്യം അത് എന്താ പറയുക 3 ദിവസം തന്നെ എന്താ പറയുക ക്ലോസ് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നാളെ തന്നെ വിലയിൽ മാറ്റം ഉണ്ടാവില്ല. നാളെ മാറ്റം ഉണ്ടാവില്ല, ഞായറാഴ്ചയും മാറ്റം ഉണ്ടാവില്ല. തിങ്കളാഴ്ച മാറ്റം ഉണ്ടാവുമെങ്കിൽ ഞങ്ങൾ പുതിയ വീഡിയോ ചെയ്ത് രാവിലെ തന്നെ അറിയിക്കുന്നതാണ്. സാധാരണ തിങ്കളാഴ്ചയിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാറില്ല. എനിവേ മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അതിന് മുമ്പ് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അത് എല്ലാവരും മനസ്സിലാക്കുക. അതിനെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇന്നലെ ഒരുപാട് സമയം രാത്രി വരെ സ്വർണ്ണവിലയിൽ മാറ്റമില്ലാത്ത അവസ്ഥ തന്നെ തുടർന്നു. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് 80 രൂപ കൂടി, പിന്നീട് ഇടയ്ക്കിടയ്ക്ക് തന്നെ വീണ്ടും വിലയിൽ മാറ്റമില്ലാത്ത അവസ്ഥയിലേക്ക് തന്നെ വന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സ്വർണ്ണവിലയിൽ കാര്യമായ മാറ്റമില്ലാതിരുന്നത്. പിന്നെ 80 രൂപയാണ് കൂട്ടാനുള്ളത്. അത് അവരുടെ വിവേചനാധികാരത്തിൽ പെട്ടതാണ്, കൂട്ടണോ കുറക്കണോ ഒക്കെ എന്നുള്ളത്. 80 രൂപയുടെ കാര്യമല്ലേ, അത് അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും ഓക്കെ. അതുമാത്രമല്ല, ഇന്ത്യയിൽ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞിരുന്നു ഒരു വിലയെക്കുറിച്ച്. ആ വില അത്രമാത്രം അന്ന് എന്തായിട്ടില്ല, കുറഞ്ഞിരുന്നില്ല. ഒരു ദിവസം 300 സംതിങ് കുറയും, അല്ല 200 സംതിങ് കുറയും എന്ന് പറഞ്ഞിട്ട് 80 രൂപയായിട്ടാണ് അന്ന് കുറഞ്ഞത്. അതൊക്കെ ഒരു പരിഗണനയിൽ അല്പം ഉൾപ്പെടുത്തിയേക്കാം. പിന്നെ എന്താ പറയുക, ഇന്നലെയും പറഞ്ഞ 160-ന് പകരം ഒരു എന്താ പറയുക 80 രൂപ, അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലും
ഇൻ്റർമീഡിയറ്റ് കടന്നിട്ടായി അവർ 80 രൂപയൊക്കെ എടുത്തത്. അതുപോലെ അങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ടായിരിക്കും. എന്തായാലും ഇന്ത്യറിയലിൻ്റെ ആ പ്രവചനങ്ങളിൽ ഒരിക്കലും എന്താ പറയുക തെറ്റുപറ്റി എന്ന് ആരും കരുതേണ്ട. ഇന്ത്യറിയൽ യഥാർത്ഥ കണക്ക് തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യറിയൽ കൂടും, 80 രൂപ കൂടും എന്ന് പറയുന്ന ദിവസം വില കുറയാതെ വിലയിൽ മാറ്റമില്ലാത്ത അവസ്ഥയിലേക്കൊക്കെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒരുപാട് പ്രവചനങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾ നോക്കണ്ടേ, തെറ്റാൻ സാധ്യതയുണ്ടല്ലോ, തെറ്റുന്നില്ലല്ലോ. അതിന് കാരണം അത് തന്നെയാണ്. അപ്പോൾ അതൊന്നും ഒരു എററാക്കി കാണണ്ട. അതൊക്കെ ജ്വല്ലറിയുടെ കമ്പനിക്കാർ എന്താ പറയുക അത് റൗണ്ട് ഓഫ് ചെയ്യുന്നതാണ്. ഇത് 79-70 ഉള്ളത് ഇനി അടുത്ത ദിവസം കൂടി എന്താ നോക്കിയിട്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ ചെയ്യുന്നതാണ്. ഇന്നറിയൽ യഥാർത്ഥ മാർക്കറ്റ് യഥാർത്ഥത്തിൽ എന്താ പറയുക 80 രൂപയുടെ ഒരു ഉയർച്ച ആണ് സ്വർണ്ണ വിപണിയിൽ യഥാർത്ഥത്തിൽ ഉണ്ടായത്. അതാണ് പറഞ്ഞു തന്നത്. അതിനിടയ്ക്ക് തന്നെ ഇന്നറിയൽ ഒരുപാട് പ്രാവശ്യം എന്താ പറയുക വൈകുന്നേരം വരെ വിലയിൽ മാറ്റമില്ലാത്ത അവസ്ഥയാണ്. ഒരുപാട് സമയം മണിക്കൂറുകളോളം വിലയിൽ മാറ്റമില്ലാത്ത അവസ്ഥ തന്നെ തുടർന്നിട്ടുമുണ്ട്. അതൊക്കെ പരിഗണിച്ചിട്ട് അവരെടുക്കുന്ന ഒരു തീരുമാനം തന്നെയാണ്. അതുകൊണ്ടൊന്നും ആർക്കും നഷ്ടമൊന്നും വരില്ല. 80 രൂപയൊന്നും കൂടുതലും കുറയലും ഒന്നുമല്ല. എനിവേ സ്വർണ്ണത്തിൻ്റെ വില ഇനി കൂടിക്കൊണ്ടേ ഇരിക്കും.